എടുക്കാൻ പോകുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐക്കണിലോ താഴെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കും. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി? ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാസ് ഓഫ് എ യൂണിറ്റ് വോളിയം ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് വോളിയത്തിലുള്ള മാസ്സാണ്. ഓക്കെ, ആ സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് വോളിയത്തിലുള്ള മാസിനെയാണ് എന്ത് പറയുക, ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാസ് ഓഫ് എ യൂണിറ്റ് വോളിയം ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. മനസ്സിലായോ? ഇനി വോളിയം എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി ആയിട്ടും ആ സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആയിട്ടും അതുപോലെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി ആയിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ ഡി ഈക്വൽ ടു ക്യാപിറ്റൽ എം ബൈ വി. മനസ്സിലായ? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ സ്മോൾ ലെറ്റർ ഡി ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എം, അതായത് മാസിൻ്റെ, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ വി, അതായത് വോളിയത്തിൻ്റെ, എം ബൈ വി. ഇനി ഒരു ചെറിയ പ്രോബ്ലം ചെയ്ത് നോക്കാം ഈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ട്. അതായത് ദ മാസ് ഓഫ് എൻ അയൺ ക്യൂബ് ഓഫ് വോളിയം 10 cm³ ഈസ് ഫൗണ്ട് ടു ബി 78 gram. അതായത് 10 cm വോളിയവും 78 gram മാസ്സുള്ള ഒരു അയൺ ക്യൂബ്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കാണാം. അങ്ങനെ ഡെൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡെൻസിറ്റി ഓഫ് എ അയൺ ഈക്വൽ ടു, നമ്മൾക്കറിയാം ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തിട്ട്? മാസ് ബൈ വോളിയം. ഇവിടെ മാസ് എത്ര? 78 gram ഡിവൈഡഡ് ബൈ വോളിയം 10 cm³. അപ്പോൾ ഡിവൈഡഡ് ബൈ 10 cm³. 78 gram ഡിവൈഡഡ് ബൈ 10 cm³. അപ്പം നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡിജിറ്റ് നീക്കി പോയിൻ്റ് ഇടാം, 7.8. ഇനി യൂണിറ്റ് 78 ഗ്രാമിൻ്റെ ജി തന്നെ ഇടാം. 10 cm³, അത് മുകളിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? -3 ആവും. അപ്പോൾ cm⁻³ ആയി. ഓക്കെ, ഇനി അടുത്ത ഇത്, ദ മാസ് ഓഫ് 1 cm³ ഓഫ് വാട്ടർ ഈസ് 1 gram. ഹെൻസ് ഡെൻസിറ്റി എത്രയായിരിക്കും? അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി എങ്ങനെയാണ് കാണാം? മാസ് ബൈ വോളിയം. ഇവിടെ മാസ് എന്ന് പറയുന്നത് 1 gram ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് 1 cm³. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 gram/cubic meter. അതായിരിക്കും ആൻസർ. ജി എന്ന് പറയുന്നത് ഗ്രാം, മാസിൻ്റെ യൂണിറ്റും, cm³ എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? മുകളിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? -3 ആയി മാറും. ഇനി ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം. അപ്പോൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം? മാസിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ എന്താ? യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ഈക്വൽ ടു യൂണിറ്റ് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് വോളിയം. യൂണിറ്റ് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് വോളിയം. നമ്മൾക്കറിയാം മാസിൻ്റെ SI യൂണിറ്റ് എന്താ? കിലോഗ്രാം. സിമ്പിൾ എന്താ? സ്മോൾ ലെറ്റർ kg. ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ. മീറ്റർ, അതായത് നമ്മൾ സിമ്പിൾ എന്താ? m⁻³ m³. ഓക്കെ, അപ്പോൾ നമ്മളത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കും? kg ഡിവൈഡഡ് ബൈ m⁻³. അപ്പോൾ +3 മുകളിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? -3 ആവും. അപ്പോൾ kg m⁻³ kg/cubic meter. മനസ്സിലായ? അതാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഒന്നും കൂടിയും പറയാം. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാസിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ യൂണിറ്റ്. മാസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം kg, കിലോഗ്രാം. വോളിയത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ക്യൂബിക് മീറ്റർ, അതായത് m⁻³. അപ്പോൾ നമ്മൾ എങ്ങനെ ഇക്വേഷനിൽ കൊടുക്കുക? kg ഡിവൈഡഡ് ബൈ m⁻³. കിലോഗ്രാം അങ്ങനെ തന്നെ നിൽക്കും. kg m⁻³ എന്നുള്ളത് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ -3 ആവും. അപ്പോൾ kg m⁻³ ഡെൻസിറ്റിയുടെ CGS യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ എങ്ങനെയായിരിക്കും? CGS യൂണിറ്റ് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ CGS യൂണിറ്റ് ഓഫ് വോളിയം. മാസിൻ്റെ CGS യൂണിറ്റ് എന്താ? ഗ്രാം, അതായത് G.
വോളിയത്തിൻ്റെ CGS യൂണിറ്റ് ഏതാ? ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ G/cm³. cm³ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും? +3 എന്നുള്ളത് -3 ആകും. അപ്പോൾ G/cm⁻⁻3, അതായത് g/m³. ഇനി ഇറഗുലർ സോളിഡ്സിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? നമ്മൾക്കറിയാം ഡെൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാസും വോളിയം. അപ്പോൾ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? മാസും വോളിയവും കണ്ടുപിടിക്കണം. നമ്മൾ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബീം ബാലൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സോളിഡ്സിൻ്റെ മാസ് കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ കോയിൻ അല്ലെങ്കിൽ കല്ല്, സ്റ്റോൺ, ഇതിൻ്റെ ഒക്കെയാണ് ഇറഗുലർ സോളിഡ്സ്. ഇതിൻ്റെയാണ് ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മാസ് കണ്ടുപിടിച്ചു. ബീം ബാലൻസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മാസ് കണ്ടുപിടിച്ചു. മാസ് നമ്മൾ M ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി വോളിയം കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും വോളിയം കണ്ടുപിടിക്കുക? അതിനായിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. എന്ത് മെത്തേഡ്? ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. അതിനുവേണ്ടി നമ്മൾ ഒരു മെഷറിംഗ് സിലിണ്ടർ എടുക്കുക. ഓക്കെ, മെഷറിംഗ് സിലിണ്ടർ എടുത്തിട്ട് അതിൽ നമുക്ക് V1 ലെവൽ വരെ വെള്ളം ഒഴിക്കാം. അതായത് കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു പകുതിയോളം വെള്ളം ഒഴിക്കുക. അതിനെ നമ്മൾ V1 കൺസിഡർ ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വെള്ളത്തിൻ്റെ ലെവൽ എന്തായിരിക്കും? V1 ml. ഓക്കെ, വെള്ളം എടുത്തേക്കണം നമ്മൾ ml ആണ്. അതിൻ്റെ വോളിയം നമ്മൾ V1 കൺസിഡർ ചെയ്യണം. അതിനുശേഷം അതിലേക്ക് ഒരു നൂലിൽ കല്ല് കെട്ടിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ എന്തായി? വെള്ളത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ആയി. ഓക്കെ, ആ ഇൻക്രീസ് ആയ വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ എന്ത് ചെയ്യും? V2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും? V2 ml. അതായത് V2 ഇൻക്രീസ് ചെയ്ത വെള്ളത്തിന് നമ്മൾ V2 ml എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആ സോളിഡ്സിൻ്റെ വോളിയം കിട്ടും. അതായത് എന്തായിരിക്കും ഡിഫറൻസ്? V2 - V3. V2 - V3 അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, ആ ഡിഫറൻസ് ആണ് എന്ത്? വോളിയമായിട്ട് എടുക്കുക. ആ സോളിഡ്സിൻ്റെ വോളിയം നമ്മളതിനെ V എന്നെടുത്ത്. അതായത് V = V2 - V1 cm³. എന്തുകൊണ്ടാണ് cm³ വന്നത്? നമ്മൾക്കറിയാം, നമ്മൾ ഇത്രയും നേരം ml അല്ലേ പറഞ്ഞത്. പക്ഷേ നമ്മൾക്കറിയാം 1 ml = 1 cm³. അപ്പോൾ mlന് പകരം എന്ത് ചെയ്ത്? cm³ എന്ന് എഴുതി. അപ്പോൾ വോളിയം എത്രയാണ്? V2 - V1 cm³. അതായത് ഒന്നും കൂടിയും പറയാം, നമ്മൾക്ക് ഇറഗുലർ സോളിഡ്സിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. നമ്മൾക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ ഇതിൻ്റെ ഇറഗുലർ സോളിഡ്സായ കോയിൻ്റെ ഒക്കെ മാസ് നമ്മൾ M ആയിട്ട് കൺസിഡർ ചെയ്ത്. ഇനി അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വോളിയം കണ്ടുപിടിക്കണം. അതായത് നമ്മളൊരു മെഷറിംഗ് സിലിണ്ടർ എടുക്കുക, അതിൽ വെള്ളം ഒഴിക്കുക, ഒരു പകുതി വെള്ളം ഒഴിക്കുക. നമ്മൾ ആ ലെവലിനെ V1 കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? V1 ml. ഇനി അതിലേക്കൊരു കല്ല് കെട്ടിയിടുക, നൂലിൽ കല്ല് കോർത്തിടുക. അപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ചെയ്ത വെള്ളത്തിൻ്റെ ലെവലിന് നമ്മൾ എന്ത് പറയണം? V2 ml എന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസാണ് ആ സോളിഡ്സിൻ്റെ, അതായത് ആ കല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത് V2 - V1 ml ആയിരിക്കും. നമ്മൾക്കറിയാം 1 ml = 1 cm³. അപ്പോൾ mlന് പകരം cm³ എഴുതി. അപ്പോൾ V = V2 - V1 cm³. ഓക്കെ, അപ്പോൾ ഇനി ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൻസിറ്റി = മാസ് ബൈ വോളിയം. മാസ് നമ്മൾ എന്തായിട്ടെടുത്തു? M. വോളിയം നമ്മൾ എന്തായിട്ടെടുത്തു? V. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? g/cm³. ഇനി അടുത്ത ടോപ്പിക്കാണ് സ്പീഡ്. എന്താണ് സ്പീഡ്? ദ ഡിസ്റ്റൻസ് കവേർഡ് ഓർ ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ യൂണിറ്റ് ടൈം ഇസ് കോൾഡ് ദ സ്പീഡ് ഓഫ് ദ ബോഡി. അതായത് ഒരു യൂണിറ്റ് ഓഫ് ടൈം ഇൻ്റർവെല്ലിൽ ഒരു ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക? സ്പീഡ് എന്ന് പറയാം. അതായത് ഒരു ബോഡി യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്തതോ കവർ ചെയ്തതോ ആയ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക? അതിൻ്റെ സ്പീഡ് എന്ന് പറയാം. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു കാറും ഒരു സൈക്കിളും ഉണ്ട്. രണ്ടും സ്റ്റാർട്ട് ചെയ്യണത് A എന്ന് പറഞ്ഞ പോയിന്റിലാണ്. കാറും സൈക്കിളും സ്റ്റാർട്ട് ചെയ്യണത്
എ എന്ന് പറഞ്ഞ പോയിന്റിലാണ്. ഇനി സമയം എന്ന് പറഞ്ഞാൽ 10 AM. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 10 AM. അതായത് ഒരേ പോയിന്റിൽ നിന്ന് ഒരേ സമയത്താണ് കാറും സൈക്കിളും സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് അവർ അവിടെ നിന്ന് കാറ് മൂവ് ചെയ്യാൻ തുടങ്ങി, സൈക്കിളും മൂവ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 10:15 ടൈമിൽ നമ്മൾ നോക്കുകയാണ്, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കുകയാണ്. 10:15 ടൈമിൽ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ച് നോക്കുമ്പോൾ കാർ അവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ സൈക്കിളോ അവിടെ എത്തിയിട്ടില്ല. അപ്പം അതിൽ നിന്ന് എന്താ, സൈക്കിള് കുറേ ബാക്കിലാണ് അല്ലേ, കാറിൻ്റെ കുറേ ബാക്കിലാണ് സൈക്കിള്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, കാറിനാണ് സ്പീഡ് കൂടുതലെന്ന്. എന്താ, സ്പീഡ് കൂടുതൽ കാറിനാണ്. അപ്പോൾ സ്പീഡിൻ്റെ ഡെഫിനേഷൻ എന്താ, ഒരു ബോഡി യൂണിറ്റ് ടൈമിൽ, അതായത് ഇവിടെ 10 AM to 10:15 AM യൂണിറ്റ് ടൈമിൽ ഒരു ബോഡി ട്രാവൽ ചെയ്ത, ഇവിടെ എങ്ങനെയാണ് ട്രാവൽ ചെയ്തില്ലേ, A to B വരെ ട്രാവൽ ചെയ്തില്ലേ, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക, സ്പീഡ് എന്ന് പറയാം. ഇനി സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. എത്രയോ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത് ഡിവൈഡഡ് ബൈ സമയം. മനസ്സിലായോ? അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ഒന്നും കൂടിയും പറയാം, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇനി സ്പീഡ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ സ്മോൾ ലെറ്റർ വി. If a body travels a distance small letter d in time t, then its speed is given as speed v equal to d by t. അതായത് ആ ഡിസ്റ്റൻസിനെ സ്മോൾ ലെറ്റർ ഡി എന്നും ടൈമിനെ സ്മോൾ ലെറ്റർ ടി എന്നും കൺസിഡർ ചെയ്താൽ സ്പീഡ്, അതായത് സ്പീഡിനെ സിമ്പിൾ ചെയ്യുന്ന എങ്ങനെയാണ്, സ്മോൾ ലെറ്റർ വി ഈക്വൽ ടു ഡി ബൈ ടി. അതായത് സ്പീഡ് ഈക്വൽ ടു ഡി ബൈ ടി. സ്പീഡിൻ്റെ സിമ്പിൾ എന്താ, സ്മോൾ ലെറ്റർ വി ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഡി ബൈ ടി. ഇനി സ്പീഡിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് ചെയ്താൽ മതി. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ നമ്മൾ പറയുക, ഏതിലാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, മീറ്ററിൽ. ടൈം ഏതിലാണ് മെഷർ ചെയ്യുക, സെക്കൻഡിൽ. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഡിയുടെ സ്ഥാനത്ത് സ്മോൾ ലെറ്റർ എം ഇടുക, ടിയുടെ സ്ഥാനത്ത് എസ് ഇടുക, സ്മോൾ ലെറ്റർ എസ് ഇടുക. അപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് എന്താ, മീറ്റർ പെർ സെക്കൻഡ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.